ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ പോസ്റ്റ് ഒന്നും ഇട്ടില്ല, കാരണം നമ്മുടെ വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കണില്ല. അപ്പോൾ പിന്നെ പോസ്റ്റ് ഇട്ട് വേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല വെഡിങ് ആനിവേഴ്സറി. ശരിക്കും പറഞ്ഞാൽ ആഘോഷിച്ചിട്ടില്ല. ഇല്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദത്തിന്റെ ബർത്ത്ഡേയും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അടുത്തടുത്താണ്. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആദത്തിന്റെ ബർത്ത്ഡേയുടെ ഇടയിൽ മാഞ്ഞു പോകും. സത്യത്തിൽ അതാണ് സംഭവിക്കണേ. സത്യത്തിൽ അതാണ് സംഭവിക്കണേ. അപ്പൊ വെഡിങ് ആനിവേഴ്സറി നമ്മള് ആഘോഷിക്കാറില്ല. ഈ പ്രാവശ്യവും രാവിലെ തന്നെ ഇവിടെ ഒരു കേക്ക് ഇരിക്കുന്നുണ്ടായി. വീട്ടിൽ നിന്നൊക്കെ വന്നപ്പോ കേക്ക് കൊണ്ടുണ്ടായി അതിന്റെ ബർത്ത്ഡേക്ക്. ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ അവർക്ക് എടുത്ത് കൊടുത്തു. അത് വേണമെങ്കിൽ നമുക്ക് കേക്ക് എടുത്ത് കട്ട് ചെയ്യായിരുന്നു, വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നിപ്പോ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് 10K ആയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ എല്ലാം കൊണ്ടാണ് നമുക്ക് ഈ വിജയത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി കാണാത്തവരാണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കണ്ടവരാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ. പിന്നെ അപ്പൊ നമ്മൾക്ക് ഡബിൾ സന്തോഷമാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു സന്തോഷത്തിന്റെ ഇടയിൽ ഈ ഒരു സന്തോഷം അത് കഴിയുമ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം 10K സബ്സ്ക്രൈബേഴ്സ് നമുക്കായി. അപ്പം ഒരുപാട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചോ. അപ്പം നിങ്ങൾക്കും എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, അതായത് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അമ്മിച്ചി ഞാനും തമ്മിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ലൈഫിന്റെ ഇടയില് ഞങ്ങളുടെ 4 വർഷം അതിന്റെ ഇടയില് 4 വർഷത്തെ എക്സ്പീരിയൻസ്. 4 വർഷത്തില് നമ്മൾ എത്ര വർഷം ഒരുമിച്ചുണ്ടായി? 4 വർഷത്തില് നമ്മള് 2 വർഷം 2 ഡെലിവറിക്ക് 2 വർഷം ഒന്നുമില്ല. ഒരു വർഷം 1.5 വർഷമൊക്കെ പോയിട്ടുണ്ട്. അബ്രുവിന്റെ ഡെലിവറിക്ക് ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം ആവാണ്. ആദത്തിന്റെയും ഞാൻ 1 വർഷം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായില്ലേ. ഇപ്പൊ വന്നത് സെപ്റ്റംബർ ലാസ്റ്റ് അല്ല, അപ്പൊ 3 മാസല്ലേ? നിന്റെ കണക്കിൽ അത് പാടില്ല. പിന്നെ ആദത്തിന്റെ ഗർഭിണിയായപ്പോ തുടങ്ങി ഛർദിയും തളർച്ചയും കാര്യങ്ങളും വയ്യായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു. എന്താ പറയാ, ഒരു 1.5 കൊല്ലം ഇവിടെ നിന്നു. അപ്പൊ നമ്മളൊരു 1.5 കൊല്ലം പിരിഞ്ഞു നിന്നുണ്ട്. ശരി, വേണ്ട, 2 കൊല്ലം പിരിഞ്ഞു എന്ന് പറയാം. ഞങ്ങള് 4 വർഷത്തില് ഞങ്ങള് 2 കൊല്ലം പിരിഞ്ഞു നിന്നു. ഞങ്ങള് അവിടെ ഇവിടെ നിൽക്കേണ്ടി വന്നു. അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 4 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഞാൻ ഇതുവരെ ഇവളോട് ചോദിച്ചിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. അതായത് എന്താണ് റിപ്ലൈ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് അല്ല ഈ വീഡിയോ എടുക്കാൻ. ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സ്പോട്ടിൽ ചോദിക്കാം. എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചാണ്. സ്പോട്ടിൽ ചോദിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാണ്ട്. ചോദിക്കുമ്പോൾ നീ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറയണം. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ചിലപ്പോ തല്ലാവോ അത് അടിയാവോ എന്നുള്ളത് അല്ല. അതിപ്പോ നമ്മള് ചിലപ്പോ അവള് പറയുന്നത് സത്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ നുണയായിരിക്കും, ചിലപ്പോ എന്താന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമ്മള് വീഡിയോയിലേക്ക്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മള് എന്താണ് പറയാ, കല്യാണത്തിന് മുമ്പ് ഒരു സങ്കല്പം ഉണ്ടാവും, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആളായിരിക്കണം. നിനക്ക് ഞാൻ നിന്നെ കെട്ടി കഴിഞ്ഞപ്പോ നിനക്ക് അത് നിര തോന്നിയത് അങ്ങനെ എന്തെങ്കിലും ഇതായോ? കാരണം സാധാരണ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറെ ആൾക്കാർക്ക് സങ്കല്പങ്ങളുണ്ടാവും, എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെയുള്ള ആളായിരിക്കണം എന്ന്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പെണ്ണുങ്ങൾ പറയും, ഞാൻ സങ്കല്പിച്ച ഭർത്താവല്ലായിരുന്നു. അത് നിനക്ക് ചിലപ്പോ തോന്നിണ്ടാവില്ലേ? അത് ചില സന്ദർഭങ്ങളില് ഏത് പെണ്ണുങ്ങൾക്കും തോന്നുമോ, ഇയാളെ കെട്ടിയ തരം വേറെ വല്ലതും കെട്ടിയിരുന്നെങ്കിൽ മനുഷ്യനൊരു സമാധാനം കിട്ടിയായിരുന്നു. അത് മെയിൻ തോന്നുന്നത് തല്ലുണ്ടാവുന്ന സമയത്താ. അത് ഇടയ്ക്ക് തല്ലുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആലോചിക്കില്ലയോ, ഇത് വേണ്ടായിരുന്നു. വേറെ. എന്നിട്ടാണ്
എല്ലാവർക്കും മിക്കതും ഉണ്ടാവും. കാരണം എന്തെങ്കിലും ദേഷ്യമൊക്കെ വന്ന സമയത്താണ് തോന്നാ ഇത് വേണ്ടായിരുന്നു, എന്തോരം പ്രപ്പോസൽസ് വന്നതായിരുന്നു. എന്റെ എന്തോരം പ്രപ്പോസൽസ് എനിക്ക് വന്നത് ഈ കാലപാടവേ അല്ലാണ്ട് ദൈവമേ വേറെ ആരും കിട്ടിയില്ലല്ലോ. അത് മിക്കവരും പറയണ്ടാവട്ടെ എന്നെ പോലെ തന്നെ അങ്ങനെ പറയാം. പിന്നെ അല്ലാണ്ട് സങ്കല്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നിട്ടിപ്പോ സങ്കല്പത്തിലായിരുന്നേ മുന്നൊക്കെ സങ്കല്പം ഉണ്ടാവില്ല എന്നിട്ടാണ് ഫ്രീക്കായിരിക്കണം. മുൻപ് ഇപ്പൊ എല്ലാവർക്കും നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവല്ലോ. ഫ്രീക്കായിരിക്കണം, കൊറേ മുടി ഉണ്ടായിരിക്കണം, പിന്നെ എന്നിട്ടാണ് ഹൈറ്റ്, വണ്ണം, അങ്ങനത്തെ വേണ്ട അങ്ങനത്തെ കുറച്ച് സങ്കല്പങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതുപോലെ ചെറിയ ചെറിയ അതൊന്നും കുഴപ്പമുണ്ടായില്ല, അതൊക്കെ മാച്ചായിരുന്നു. സ്വഭാവം മാത്രം എന്റെ പെണ്ണാണ വന്ന സമയത്തൊക്കെ മുടി ഉണ്ടായിരുന്നു, കല്യാണം ഉറപ്പിച്ച സമയത്ത്. ഇപ്പൊ പെണ്ണായിനിപ്പൊ ഇനി ഉപേക്ഷിക്കാൻ പറ്റുമോ മുടി പോയി അപ്പൊ അങ്ങനെ ചെറിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണ പോലെ ചെറിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ തല്ലുകൂടുമ്പോ ഞാൻ പറയാറുണ്ട്, സത്യാണ് ഇത് വേണ്ടായിരുന്നു, വേറെ എന്തോരായിരുന്നു, അതെല്ലാവരും പറയുന്നത് തന്നെ, അത് ഞാനും പറയാറുണ്ട്. അതന്നെ എന്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ, നമ്മുടെ ഈ 4 കൊല്ലത്തിന്റെ ഇടയില് നമ്മുടെ ജീവിതത്തില് 4 കൊല്ലത്തിനിടയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം തല്ലുകൂടിണ്ട്, ഒരുപാട് പ്രാവശ്യം തല്ലും മാറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിനക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ സമയം എപ്പോഴാ? ദേഷ്യം തോന്നിയ സമയം ഡെലിവറിക്ക്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞതാ, ഞാൻ എന്തായാലും ആദ്യത്തിന്റെ ഡെലിവറിക്ക് എന്നോട് പറഞ്ഞു എന്തായാലും ഞാൻ ഡെലിവറിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഡെലിവറിക്ക് ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഡേറ്റിലായിരിക്കില്ല. എന്റെ കാര്യം അങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യത്തിന്റെ പറഞ്ഞ ഡേറ്റിലായിരുന്നില്ല, അതിന് ഒരു ദിവസം മുൻപ് മാത്രമായിരുന്നു ഡെലിവറി. ആദ്യത്തിന്റെ അങ്ങനെയായിരുന്നു. അബ്രുവിന്റെ എന്ന് പറഞ്ഞാൽ 1 മാസം മുൻപായിരുന്നു. അപ്പൊ നമ്മള് കുറെ പ്ലാൻ ചെയ്ത് വന്നെന്ന് വിചാരിച്ചാലും നടക്കില്ല, ചില സന്ദർഭത്തിൽ പെട്ടെന്നൊക്കെ വരാൻ. എന്നാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടാവണം എന്ന് കൂടെ. അപ്പൊ എന്നോട് ആള് സെക്കൻഡ് 2ാമത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഡെലിവറിക്ക്, കാരണം ഞാൻ ഉണ്ടാവും ഫുള്ള് ഡേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് തന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നിട്ട് ഈ സമയം ഇപ്പൊ പറയാ ലീവ് ഇല്ലാന്ന്. അപ്പൊ ആർക്കെങ്കിലും ദേഷ്യം വരാണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് റിസൈനിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീണ്ടും റിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ആള് ലീവ് എടുത്തു. ഞാൻ അത് മനസ്സിലാക്കിയില്ലേ, അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യും. അതുണ്ട് ആ ഒരു ദേഷ്യം ഉണ്ട്. അത് പിന്നെ നമ്മള് അല്ല നമ്മുടെ സാഹചര്യത്തോട് നമ്മള് കുറച്ച് ബുദ്ധിപരമായി അതിനോട് പെരുമാറി അതിനെ ഇത് ചെയ്തു, തർത്തിപ്പാക്കി, അതന്നെ അങ്ങനെ ആക്കി. അപ്പൊ ദേഷ്യമില്ലാതെ ഞാൻ പറയില്ല, ആ ഒരു സങ്കടം ഉണ്ട്. അത് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഞാൻ പറയും, സ്വാഭാവികം പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കൊരു സ്വഭാവം ഉണ്ടത്, ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം എന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. കുത്തി നോക്കിയാന്ന് പറയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തു കൊടുക്കും. അതുണ്ട് എനിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയുണ്ട്? മോ വിചാരിച്ചത് ഇതാണോ? മാച്ച് ആവണ്ടെന്ന് വിചാരിച്ചതിന് മാച്ച് ആവണ്ടോ? അടുത്ത ചോദ്യം, നീ 2 കൊല്ലം ഇവിടെ നിന്നു, 2 കൊല്ലം പുറത്തു നിന്നു. ഇവിടെ നിൽക്കാനാണോ ഇഷ്ടം, പുറത്തു നിൽക്കാനാണോ ഇഷ്ടം? പുറത്തു നിൽക്കാനാണ് ഇഷ്ടം. കാരണം നേരെ വൈകിട്ടാ മതി, ഇഷ്ടമുള്ളപ്പോ ചോറിനാ മതി, ഇഷ്ടമുള്ളപ്പോ ചോറ് വെച്ചാ മതി, ഇഷ്ടമുള്ളപ്പോ പുറത്തേക്ക് പോവാം, ഇഷ്ടമുള്ളപ്പോ അകത്തേക്ക് വരാം, ഇഷ്ടമില്ലെങ്കിൽ അകത്തേക്ക് വരണ്ട. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇത്ര നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെയുള്ളവർക്ക് ചെറിയ ദേഷ്യം വരും. അപ്പൊ നമുക്ക് നമ്മൾ അവിടെ ഉള്ളപ്പോ ഇടങ്ങി നമ്മുടെ ഇഷ്ടത്തിന് ഇരിക്കും, ഇഷ്ടമുള്ളപ്പോ ചോറിനും. അത് തന്നെ അതായത് എന്താ, ഒരു പ്രാവശ്യം അവിടെ നിന്ന ആൾക്കാർക്ക് എന്തായാലും അവിടെ നിൽക്കാനാവും ഇഷ്ടം. കാരണം
സുഖമായിട്ട് കിടന്നുറങ്ങാം, സുഖമായിട്ട് എന്താ അല്ല ഇവിടെ ആകുമ്പോഴേ നമുക്ക് അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും ഉണ്ടായത്. ഇപ്പൊ അവരിപ്പോ വലിയ ഇതായിട്ട് നമ്മളെ ചീത്ത പറഞ്ഞിട്ടോ എന്നാലും നമുക്കൊരു ഇതില്ലേ നമ്മള് ഇങ്ങനെ ഇത്ര സമയം നമ്മളൊരു ഫാമിലിയിൽ നിൽക്കുമ്പോ അതിന്റേതായ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് അല്ല, അതെന്തായാലും നമ്മൾ ഫോളോ ചെയ്യണം. ആ ഒരു ഇത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് അത്. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പൊ നമുക്കിപ്പോ ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിലൊരു ഇത് വേണ്ട അങ്ങനെ വേണ്ട അത്. പക്ഷെ പുറത്തിറങ്ങി അങ്ങനെയല്ല, നമുക്ക് ആരും കമ്മിറ്റ്മെന്റ് ഇല്ല. ഭർത്താവ് പോണു, ഞാൻ ഉറങ്ങുന്നു. ഇപ്പൊ നമ്മൾ ഈ ചോദ്യത്തിനോട് അനുകൂലമായ വേറൊരു ചോദ്യം കൂടി ചോദിക്കണം. ചുമ എന്താ പറയാ, അതിനോട് ഒരുമിച്ച് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് ജോലിക്ക് പോവാത്തിൽ സങ്കടം ഉണ്ടോ? ജോലിക്ക് പോകാത്തതിന് സത്യത്തിൽ എനിക്ക് ചില സമയത്ത് സങ്കടം വരും കേട്ടോ. കാരണം നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പാവം. എനിക്ക് സങ്കടം വരാറുണ്ട്. എനിക്ക് തോന്നാറില്ലേ? കാരണം ഞാൻ പോകുമ്പോള് പിന്നെ 12 മണിക്ക് എനിക്കുണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ അങ്ങനെയല്ല, എനിക്ക് ചില സമയങ്ങളില് സന്ദർഭങ്ങളിൽ സങ്കടം സത്യം. അതല്ല, പാവന്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് ഇത്ര നാള് പച്ചക്കറി കടയിൽ നിന്ന് പാവം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മള് ആ അത്രം പഠിപ്പിച്ച് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ചില സന്ദർഭങ്ങളിൽ സങ്കടം വരാറുണ്ട്, സത്യമാണ്. പക്ഷെ ദൈവം അതിനുള്ള ടൈം എനിക്ക് തരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഇതിനുള്ള ടൈം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാന്ന് പറഞ്ഞാൽ അതിന് സ്പേസ് കിട്ടാത്തത് കല്യാണം കഴിഞ്ഞു അപ്പൊ തന്നെ ഗർഭിണിയായി, അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഗർഭിണിയായി. അതുകൊണ്ട് എനിക്ക് ഇവര് ഇത്തിരി കൂടി ആയിട്ട് എന്തെങ്കിലും ശരിയാക്കണം. ഇനി അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആൾക്കാർക്ക് എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യാ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നീ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തി, അതായത് നീ ഒരു വീട്ടിൽ നിന്ന് നിന്റെ അപ്പനമ്മയും നിന്നെ വളർത്തിണ്ടാവും. അത് കഴിഞ്ഞ് നീ അവിടെ വിട്ടിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ ഇവിടെ 2 ആൾക്കാരുണ്ട്, രണ്ടപ്പനല്ല അപ്പനമ്മല്ല, ഒരപ്പനമ്മയുണ്ട്. അപ്പൊ നിനക്ക് ഇവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അമ്മായിമ്മ പോരെടുത്തോ, അത് അപ്പൻ ചീത്ത പറഞ്ഞോ, എന്താ എന്റെ അഭിപ്രായം? അതെ, ഇവരെന്റെ പെണ്ണേടെ വന്നപ്പോ ഇവിടുത്തെ അപ്പച്ചനെ ഫസ്റ്റ് തന്നെ കണ്ടപ്പോ എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കേട്ടോ, അപ്പച്ചനെ കണ്ടറിയാം ഭയങ്കര സാധന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ ചിലപ്പോൾ എനിക്കറിയില്ല, തോന്നലുണ്ടോന്ന് എനിക്കറിയില്ല. മുഖം കാണുമ്പോൾ പറയും ആള് ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആള് പാവാണ്. ചില കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റ് ആണ്, ചില കാര്യങ്ങളിൽ ആർക്കായാലും ദേഷ്യം വരും. അപ്പൊ ആള് ദേഷ്യപ്പെട്ട് സംസാരിക്കും. അല്ലാണ്ട് വേറെ അത് ഇതൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യുന്നല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അതന്നെ ഞാനും പറഞ്ഞേ. അപ്പൊ ഉള്ളത് അങ്ങനെ പറയും. അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ അമ്മച്ചി ഉള്ളത് പറയും. അമ്മായിമ്മ പോര് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അമ്മായിമ്മ പോരൊന്നല്ലട്ടാ. ഇപ്പൊ അമ്മച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചി പറയും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും. അതന്നെ, അത്രേ ഉള്ളൂ. അങ്ങനെ തല്ലോന്നല്ലട്ടാ, പോരൊന്നല്ല. ഇപ്പൊ കണ്ടാ കുടുംബകല ഉണ്ടാക്കാനൊക്കെ മനുഷ്യൻ വീഡിയോ ഉണ്ട്, അങ്ങനെയൊന്നല്ലാട്ടാ. കുടുംബകലകത്തിലേക്ക് ഇത് പോകരുത് ഈ വീഡിയോ, പ്ലീസ് ഇവിടെ ജീവിക്കേണ്ടതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് മക്കളാവുമ്പോ ചെറിയ തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ അമ്മമാര് നമ്മളോട് പറയണ പോലെ തന്നെ ഇവിടുത്തെ അമ്മച്ചി പറയും. അതന്നെ, നമ്മുടെ അമ്മച്ചിയോട് നമ്മൾ പറയണ പോലെ തന്നെ നമ്മളും പറയും. അപ്പൊ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പോര് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ തെറ്റുകൾ വരുമ്പോ ആരായാലും ചൂണ്ടിക്കാണിക്കും. അതന്നെ, നമുക്ക് അത് തെറ്റാന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അംഗീകരിക്കുക. എന്തായാലും തെറ്റായിരിക്കും, അത് സത്യമാണ്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് പോരൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തിട്ടാണ് അടുത്ത ചോദ്യം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടത്തെ പോലെ തന്നെ ഇവിടെയും വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ അടുത്ത ചോദ്യം എന്തിട്ടാ? ചോദ്യങ്ങളും മറന്നുപോയ. അതായത് നമ്മള് യൂട്യൂബ് തുടങ്ങിയല്ലോ, ഇപ്പൊ നീയാണ് ഈ യൂട്യൂബ് ചാനലിലെ നട്ടല്. ഓക്കെ, അപ്പൊ നിനക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫസ്റ്റ് ഒരു പൈസ കിട്ടി,
അപ്പൊ നിനക്ക് എന്നിട്ട് തോന്നിയത് നിന്നെ കുറിച്ച് പ്രൗഡാണോ അതോ നീ വലിയ ആളായി എന്നാണോ അതോ നിനക്ക് എന്താ നിനക്ക് തോന്നിയത്? എനിക്ക് യൂട്യൂബിൽ, കാരണം എനിക്ക് ഒന്നാമത് ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. അപ്പൊ ഇതുവരെ എന്റെ കയ്യില് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ അവിടെ നിൽക്കുമ്പോഴെങ്കിൽ അപ്പച്ചൻ്റെ പൈസ വാങ്ങിക്കുക, ഇവിടെ നിൽക്കുമ്പോഴെങ്കിൽ ഹസ്ബൻഡിന്റെ പൈസ വാങ്ങിക്കുക. അത് ഞാൻ പറഞ്ഞു, ചില സമയത്ത് നമുക്ക് അങ്ങനെ പൈസ വാങ്ങുമ്പോ നമ്മുടെ കയ്യിലൊരു ഇതുണ്ട്, ക്വാളിഫിക്കേഷൻ, നമ്മളത് ഉപയോഗിക്കാണ്ട് നിൽക്കണം. അപ്പൊ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയപ്പോ ഞാനായിട്ട് തുടങ്ങി, ഞാനായിട്ട് ഇതാക്കി, എന്താ പറയാ, എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി. ഞാൻ അതിന് ഇത്ര വളർത്തി. എനിക്ക് അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഇൻകം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞ സന്തോഷമായിരുന്നു. അതായത് നീ നിന്നെ തന്നെ പ്രൗഡായി, അങ്ങനെ പറയും. അല്ല, നിനക്ക് പ്രൗഡ്, അതാണ് പറയുന്നത്, പ്രൗഡ്, അഭിമാനം. നിനക്ക് തോന്നുന്ന അഭിമാനം. ഒരു 100 രൂപയാണെങ്കിലും നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണത്. അത് കിട്ടിയവർക്ക് അറിയാം, കിട്ടാത്തവർക്ക് അതിലുള്ള സങ്കടം ഉണ്ടാവും. അപ്പൊ എനിക്ക് ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എല്ലാവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട്, ഇവിടെ അമ്മച്ചിയുടെ അടുത്തും ഞാൻ ഇതെനിക്ക് റവന്യൂ ഫസ്റ്റ് കിട്ടിയപ്പോ ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ ഇവിടെ അമ്മച്ചിയുടെ അടുത്ത് അപ്പച്ചൻ്റെ അടുത്തൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ റവന്യൂ കിട്ടി. അപ്പൊ അത് നമുക്ക് സന്തോഷം, നമ്മൾ ഇവരും കൂടി അറിയിക്കണം തോന്നി. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നീ ഈ വീട്ടില് എന്ത് പണിയെടുക്കാറ്? നേരത്തെ നമ്മളെ അമ്മായി പൂരിനൊപ്പം കൊടുത്തിട്ടായിരുന്നു. നീ വീട്ടിൽ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞോടത്തെ. അതിനുള്ളിലായിരിക്കും ഒരു 7:30 ആകുമ്പോ എനിക്ക് ചിലപ്പോ 7 മണിയാകുമ്പോ എനിക്കും. കാരണം ഞാൻ ഇപ്പൊ നേരത്തെ എനിക്ക് കഴിഞ്ഞാൽ ഇവന്മാർ എൻ്റെ കൂടെ എനിക്ക് വരും. ഞാൻ വീട്ടില് എന്നിട്ട് പണിയെടുക്കാറ്, ഞാൻ പറയട്ടാ, വീട്ടിൽ എന്നിട്ട് പണിയെടുക്കാറ് സത്യത്തിന് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാറില്ല. ഇപ്പൊ കൂർക്ക നന്നാക്കാ, കൂർക്ക കറി അല്ല, കൂർക്ക വിത്തിറച്ചി വെക്കുകയാണെങ്കിൽ കൂർക്ക നന്നാക്കും. പിന്നെ കൂർക്ക 2 അപ്പേക്ക് പിള്ളേര് കറി, പിന്നെ പച്ചമുളക് വേപ്പില ഇങ്ങനെ അത് കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കായിരുന്നു. ഫുള്ള് സവാള പച്ചമുളക് അരിഞ്ഞെങ്കിലും അപ്പച്ചൻ ചോദിക്കും, ഇതെന്തിന്റെ മോളെ സ്റ്റോക്ക് അരിഞ്ഞ് വെച്ചേക്കണ. അപ്പച്ചൻ നോക്കുമ്പോ എന്റെ വീട്ടിലാണെങ്കിൽ 2-3 സവാളൊക്കെ കറിയിലിടും. ഇവിടെ വന്നെങ്കിൽ പാകെ ഒരു സവാളയൊക്കെ കറിയിടുള്ളൂ. ഞാൻ അവിടുത്തെ ഒരു ഊഹത്തിനനുസരിച്ച് സവാള ഇപ്പൊ അത് ഞാൻ നിർത്തി. ഇപ്പൊ രാവിലെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ട് പറ്റാണെങ്കിൽ ഉപ്പേരി കാച്ചും. പിന്നെ എന്നിട്ടാണ് പിന്നെ ഡ്രസ്സ് കഴുകും. പിന്നെ പറ്റാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അടിച്ച് വാരും. സമയം നോക്കിട്ടല്ല, പിള്ളേരെ വാശി അനുസരിച്ചാ. അപ്പൊ നീ ഏകദേശം മനസ്സിലായില്ല, ഇത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടാറുള്ളൂ. പിന്നെ കുളിപ്പിക്കല്, പിന്നെ ഫുഡ് കൊടുക്കല്, അങ്ങനത്തെ പണികളൊക്കെ ഉച്ചയായി. പിന്നെ ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങും. പിന്നെ എനിക്ക് തന്നെ റൊട്ടേഷൻ. അപ്പൊ അത് ഓക്കെ. ഇതിനോട് ചേർന്നൊരു ചോദ്യം ഇപ്പൊ ചോദിക്കണം. ഇപ്പൊ നീ തുണികൾ അലക്കണത് എങ്ങനെയാ? വാഷിംഗ് മെഷീനിലാണോ അത് അലക്കല്ലും വേണോ? നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ? പക്ഷെ നിനക്ക് വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇഷ്ടമല്ല. വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് അല്ല, ഞാൻ അലക്കല്ലുമേണ് അലക്കാറ്. പിന്നെ ഇവരുടെ ഡ്രസ്സുകള്, ഉണ്ണികളുടെ ഡ്രസ്സുകള് നമ്മള് വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോ അത് അത്രയും എന്താ പറയാ ക്ലിയർ ആവില്ലേ? നമുക്കിപ്പോ പറ്റണ പോലെ നമ്മളിപ്പോ അവിടെ വെച്ച് അപ്പിത്തുണിയൊക്കെ ഇല്ലേ, അപ്പിത്തുണി പോലെ അങ്ങനത്തെ നമ്മള് അലക്കല്ലും ഇട്ട് ഇങ്ങനെ ഉറച്ച് കഴുകുന്നതന്നെ നല്ലത്. അതൊക്കെ നമ്മള് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മള് അലക്കല്ലുമ്മയാണ് ഉപയോഗിക്കാറ്. പിന്നെ നമ്മള് ചെറിയ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മള് മെയിൻ ഫുള്ള് ഉപയോഗിക്കുന്നത് അലക്കല്ലാണ്. അലക്കല്ല് കല്ല് ഇങ്ങനെ കൊട്ടണം. വിചാരിച്ചത് ഞാൻ അവരുടെ കൊടുക്കാൻ. ഇനി ഒരു കാര്യം, ഇനിയിപ്പോ വേറെ ഇപ്പൊ മെയിൻ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കഴിയല്ല. പിന്നെ എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയപ്പോൾ അയ്യോ അങ്ങനെ സമയം ഞങ്ങൾ തമ്മില് എപ്പോഴും ഇഷ്ടം തോന്നുന്ന സമയം വളരെ കുറവാണ്. ഞങ്ങൾ തമ്മിൽ അതായത് എപ്പോഴും കൊത്തുകോഴിയാവും. ഞങ്ങള് കൊത്തി നിൽക്കും. ഒന്നിനെ അങ്ങോട്ട് കൊത്തും അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊത്തി, ഇങ്ങനെ തല്ലുണ്ടാക്കി നമ്മൾ കോംപ്രമൈസ് ആയി. എന്തായാലും നമ്മള് ഒരു ദിവസത്തിന് കൂടുതൽ നമ്മൾ തല്ലു പിടിച്ചിരുന്നിട്ടില്ല ഇതുവരെയ്ക്കും. അതിപ്പോ എന്തായാലും ഫോൺ വിളിച്ച് തല്ലുപിടിയായാലും ഇവിടെ ഉള്ളപ്പോഴും തല്ലുപിടിയായാലും ഞങ്ങള് തല്ല് തീർക്കാറുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ, നിനക്ക് ഞാൻ ഓക്കെ അല്ലേ, അങ്ങനെ തന്നെ ഓക്കെയാണ്. കാരണം ഞങ്ങള് 4 വർഷം ഒരുമിച്ച് ജീവിച്ചു, ഇനി നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കുള്ളൂ. നമ്മളെന്തായാലും പിരിഞ്ഞു പോയില്ല. കാരണം നമ്മള് എന്താ പറയാ, നമ്മൾ എന്തായാലും കൈവിടില്ല, അത് ഉറപ്പാ. അപ്പൊ പിന്നെ നമ്മുടെ വീഡിയോ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മള് നമ്മുടെ വീട്ടില് ഒരു ഇന്നലെ വീഡിയോ ക്രിസ്മസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതില് കുറച്ച് ആൾക്കാർ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളതിന് റിപ്ലൈ ചെയ്യാണ്ടാണ്, എന്നാലും വീഡിയോയില് പറയാന്ന് വിചാരിച്ചു. മാമോദിസ ആഘോഷിച്ചു എന്ന് പറഞ്ഞു. മാമോദിസക്ക് ഈ പേപ്പൻ, ഞങ്ങളുടെ പേപ്പൻ, മരിച്ച പേപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആള് വന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും, അതായത് ഞങ്ങള് ഇനിയൊരു വീഡിയോ നമ്മൾ ചെയ്യും, നമ്മുടെ ഉണ്ണീരെ മാമോദിസ ആൽബം. അതെന്തായാലും നമ്മൾ കാണിക്കും. ആൽബം കിട്ടിയിട്ടില്ല ഇതുവരെയ്ക്കും, കിട്ടുമ്പോൾ നമ്മൾ ആൽബം എന്തായാലും നിങ്ങളെ കാണിക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളുടെ പേപ്പൻ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു, അതായത് മാമോദിസയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി സന്തോഷം, അതൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ വിഷമമായിരുന്നത്. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നത്, ആദം ബേബി ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് അവൻ പുറത്തായിരുന്നു. രണ്ടാമത്തെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അവിടുത്തെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കാണെങ്കിൽ അവൻ്റെ ഒരു പരിപാടിക്ക് മാമോദിസ കഴിഞ്ഞ പിന്നെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ പിന്നെ നമ്മള് അവരെ മാത്രമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിളിച്ചില്ലെങ്കിൽ അവര് വരും. അപ്പൊ നമ്മൾ ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു, അതായത് വലിയ ഡെക്കറേഷനുകളോ, നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞങ്ങൾ വലിയ ഡെക്കറേഷനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ബലൂൺ വരെ ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞ എൻ്റെ അനിയത്തിയാണ് പറഞ്ഞത്, എന്തായാലും ഉണ്ണിയുടെ ബർത്ത്ഡേ അല്ലേ 2 ബലൂൺ വെക്കി, നമുക്കൊരു ഇത് അത്രയും നമ്മൾ ആഘോഷിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറൊരു ഇത് പിന്നെ എന്താ പറയാ, നമുക്ക് അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയായി, നിങ്ങൾ അത് ആഘോഷിച്ചല്ലോ ഇത് ആഘോഷിച്ചില്ല, മാമോദിസ ആഘോഷിച്ചല്ലോ. മാമോദിസയ്ക്ക് നമ്മുടെ പേപ്പർ ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുണ്ടായില്ല. അപ്പൊ അത് നമുക്കൊന്ന് ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഞങ്ങള് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഇങ്ങനെ സ്നേഹത്തിലും സങ്കടത്തിലും എല്ലാത്തിലും നമ്മള് കല്യാണ സമയത്ത് ദുഃഖത്തിലും ദുരിതത്തിലും ആരോഗ്യത്തിലും മരണം വരെ ഒരുമിച്ചിരിക്കും. ഞങ്ങളെ അച്ഛൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് അങ്ങനെ ബൈബിള് തൊടിയിച്ച് ഇങ്ങനെ സത്യം ചെയ്യിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ജീവിക്കട്ടെ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അഭിപ്രായങ്ങള് കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.